ഹലോ ഫ്രണ്ട്സ്, വിഷ്ണു ശാലിനി ലേറ്റസ്റ്റ് റിവ്യൂ. അനൂപിൻ്റെ ടവർ ലൊക്കേഷൻ നങ്ങ്യാർകുളങ്ങരയാണ് കാണിക്കുന്നതെന്ന് കൂടെ വന്ന പോലീസുകാരൻ വന്ന് ചന്ദ്രബോസിനോട് പറയുവാണ്. അത് കേട്ടോണ്ട് നമ്മുടെ കുറുപ്പ് സാറ് പറയുക, ഈ നങ്ങ്യാർകുളങ്ങര നിൽക്കുന്ന ആളിനെയാണോ ചന്ദ്രബോസ് സാർ ഇവിടെ അന്വേഷിച്ച് വന്നത്? എന്തു പറയണമെന്നറിയാതെ ഇങ്ങനെ ദേഷിച്ച് നിൽക്കുവാണ് ചന്ദ്രബോസ്. അപ്പോൾ സാറേ, ഇതൊക്കെ ഒരുമാതിരി പ്രഹസനമായിരുന്നല്ലേ, ആരെയൊക്കെയോ സന്തോഷിപ്പിക്കാനുള്ളൊരു പ്രഹസനം എന്നിങ്ങനെ പറയുമ്പോഴത്തേക്ക് ചന്ദ്രബോസിന് ദേഷ്യം സഹിക്കാൻ വയ്യ. ഇവിടെ കിഴവ, താനിനി നാവാടികളുണ്ടല്ലോ, അടിച്ച് തൻ്റെ പല്ല് ഞാൻ കൊഴിക്കും. വേണ്ട എന്ന് വിചാരിക്കുമ്പോൾ താനങ്ങ് ഇരച്ചങ്ങ് കയറുവാണല്ലോ. ചന്ദ്രബോസ് ശാരദാമ്മയോട് പറയുക, അപ്പോൾ അവളെ ഇവിടെ നിന്ന് നാട് കടത്തിയിട്ടാ കുടുംബശ്രീ ശാരദാമ്മ പറഞ്ഞത് ഇവിടെ കയറി പരിശോധിച്ചോളാൻ അല്ലേ? നങ്ങ്യാർകുളങ്ങരെന്നല്ല, അവൻ ഏത് നരകത്തിപ്പോയി ഒളിച്ചാലും അവളെ ഈ ചന്ദ്രബോസ് പൊക്കിയിരിക്കും. എന്നിട്ട് നിങ്ങളുടെ പുന്നാര മരുമകനോടും പറഞ്ഞേരെ അവൻ്റെ പുറകിന് ചന്ദ്രബോസ് ഉണ്ടെന്ന്. എടോ, എത്രയും പെട്ടെന്ന് നങ്ങ്യാർകുളങ്ങര സ്റ്റേഷനോട്ടൊന്ന് ബന്ധപ്പെട്ടെ എന്ന് കൂടെ വന്ന പോലീസുകാരോട് ചന്ദ്രബോസ് പറയുന്നുണ്ട്. അവനെ സ്പോട്ടിൽ തന്നെ പൊക്കാൻ പറയണം കേട്ടോ. കുറുപ്പ് സാറിനെ നോക്കി പറയുന്നു, എടോ തന്നെ ഞാൻ നോക്കി വെച്ചിരിക്കുക, ഒരു ദിവസം തന്നെ എൻ്റെ കൈ കിട്ടും എന്നും പറഞ്ഞ് ചന്ദ്രബോസ് ആകെ വിളറിയങ്ങ് പോവുകയാണ്. ഇതെല്ലാം കണ്ട് നൂർജഹാൻ അകത്ത് ശ്വാസം അടക്കിപ്പിടിച്ചവൾ വിങ്ങി പൊട്ടി കരയുന്നുണ്ട്. കുറുപ്പ് സാർ ശാരദാമ്മയോട് പറയുന്നു, ശാരദാമ്മേ വളരെ സൂക്ഷിക്കണം, വിഷം കൂടിയ ഇനമാ അത്, എത്ര അടിച്ചാലും ചാകാത്തെനം. വിഷ്ണു ആണെങ്കിൽ സത്യമോളെയും പപ്പിമോളെയും രക്ഷിക്കാനായിട്ട് ഇങ്ങനെ കയറെ കെട്ടി ഇങ്ങനെ പതുക്കെ ആ തെന്നുന്ന പാറയെക്കൂടെ പൊയ്ക്കൊണ്ടിരിക്കുവാണ്. ആ സമയത്ത് ഫോറസ്റ്റ് ഗാർഡ് അവിടെ എത്തുന്നുണ്ട്. കരഞ്ഞുകൊണ്ടിരിക്കുന്ന ശാലിനിയോട് കാട്ടുമൂപ്പൻ പറയുന്നു, കരയണ്ട, ദാണ്ട ഫോറസ്റ്റുകാർ എത്തിയിട്ടുണ്ട്. അവരങ്ങോട്ട് വരുമ്പോൾ ശാലിനി പറഞ്ഞ്, ഞാൻ തിരുവനന്തപുരം ജില്ലാ കളക്ടർ ശാലിനി വിഷ്ണുവാണെന്ന്. അപ്പോൾ അവർ ശാലിനിക്ക് സല്യൂട്ടൊക്കെ ചെയ്യുന്നുണ്ട്. എൻ്റെ കുട്ടികൾ ഈ കൊക്കയിൽ അകപ്പെട്ടിരിക്കുവാണ്, എൻ്റെ കുഞ്ഞുങ്ങളെ രക്ഷിക്കാനായിട്ട് എൻ്റെ ഭർത്താവ് ആ കൊക്കയിലോട്ട് ഇറങ്ങിപ്പോയിക്കൊണ്ടിരിക്കുവാണ്. അവിടെ എന്താ സംഭവിക്കുന്നതെന്നൊന്നും എനിക്കറിയില്ല. ഞങ്ങളെ സഹായിക്കാൻ കൂടിയവരാണ് ഇവരല്ല. ഇവർക്കും ഇപ്പോൾ എന്ത് ചെയ്യണമെന്ന് അറിയാതെ ഇവരും വിഷമിച്ച് നിൽക്കുവാണ്. എനിക്ക് എൻ്റെ മക്കളെയും വിഷ്ണുവേട്ടനെയും തിരിച്ചു വേണം. മേഡം വിഷമിക്കാതെ, ഞങ്ങളെക്കൊണ്ട് കഴിയുന്നതെല്ലാം ഞങ്ങൾ ചെയ്തിരിക്കും. ഞങ്ങൾ വിവരം അറിഞ്ഞ ഉടൻ തന്നെ ഫയർഫോഴ്സിനെ വരെ ഇൻഫോം ചെയ്തിട്ടുണ്ട്. വിഷ്ണു ഇങ്ങനെ കയറെ പിടിച്ച് ചരിഞ്ഞ് വളരെ കഷ്ടപ്പെട്ട് വരുന്നതൊക്കെ സത്യയും പപ്പിയും കാണുന്നുണ്ട്. വിഷ്ണുവിനും അവരെ കാണാൻ പറ്റുന്നുണ്ട്. വിഷ്ണു പറയുക, മക്കൾ വിഷമിക്കേണ്ട, താണ്ട വിഷ്ണു അച്ഛൻ എത്താൻ പോവാണ് കേട്ടോ. അങ്ങനെ വളരെ സാഹസപ്പെട്ട് നമ്മുടെ വിഷ്ണു മക്കളുടെ അടുത്ത് എത്തിക്കഴിഞ്ഞ് അച്ഛാന്ന് മക്കൾ വിളിക്കുമ്പോൾ ചങ്ക് തകർന്ന് വിഷ്ണു 2 പൊന്നുമക്കളെയും മക്കളേന്ന് പറഞ്ഞ് കെട്ടിപ്പിടിച്ചങ്ങ് കരയുവാണ്. എൻ്റെ മക്കളെ നിങ്ങൾ എന്തുവായി കാണിച്ചത്? എൻ്റെ മക്കൾക്കൊന്നും പറ്റിയില്ലല്ലോ. എന്തിനാ മക്കളെ നിങ്ങൾ അച്ഛനോടും അമ്മയോടും പറയാതെ ഇങ്ങോട്ട് പോകുന്നത്? ഞങ്ങൾ ഒരുപാട് പേടിച്ചു പോയില്ലേ? അച്ഛാ, മിന്നാമിനിങ്ങെ കണ്ടപ്പോൾ ഞങ്ങൾ ഇങ്ങോട്ട് പോകുന്നതാ, അങ്ങനെ പറ്റിപ്പോയതാ അച്ഛാ. അച്ഛൻ എത്രമാത്രം പേടിച്ചെന്ന് എൻ്റെ മക്കൾക്കറിയാവോ? വാ നമുക്കിനി പോകാം, അമ്മയോടെ കാത്തിരിക്കുക. ഞാൻ ആദ്യം സത്യമോളെ മുകളിൽ കൊണ്ട് എത്തിക്കാം. പൊന്നുമോളെ അച്ഛൻ പറയുന്ന പോലെ കേൾക്കണം. അച്ഛനേതാണ്ട് ഇങ്ങനെ അള്ളിപ്പിടിച്ചോണം. അച്ഛനിങ്ങനെ കയറെ പിടിച്ച് മുകളിലോട്ട് കയറുമ്പോൾ അച്ഛന് മോളെ പിടിക്കാൻ പറ്റില്ല. മോള് താണ്ട് അള്ളിപ്പിടിച്ചോണം കേട്ടോ എന്നിങ്ങനെ പറയുമ്പോൾ പപ്പിമോള് കരഞ്ഞോണ്ട് ചോദിക്കുന്നു, അപ്പോൾ വിഷ്ണു അച്ഛൻ ഞാനോ? എൻ്റെ പൊന്നുമോൾ ഇവിടെ നില്ല്, ആദ്യം സത്യയെ കൊണ്ട് വിട്ടിട്ട് വിഷ്ണു അച്ഛൻ വരാം, എന്നിട്ട് എൻ്റെ പൊന്നുമോളെ കൊണ്ടുപോകാം. വിഷ്ണു അച്ഛൻ എളുപ്പം വരണേ, എനിക്ക് പേടിയാ. എൻ്റെ മോൾ പേടിക്കേണ്ട, വിഷ്ണു അച്ഛന് എളുപ്പം വരും എന്നും പറഞ്ഞ് വിഷ്ണു പപ്പിമോളെ കെട്ടിപ്പിടിച്ച് ഉമ്മ കൊടുക്കുന്നുണ്ട്. വിഷ്ണു സത്യ ഇങ്ങനെ ആദ്യം കൊണ്ടുപോകാനായിട്ട് ശ്രമിക്കുവാണ്. അത് കാണുമ്പോൾ പപ്പിമോൾക്ക് വിഷമം വരും. അച്ഛാ, ഞാനിവിടെ ഒറ്റയ്ക്കാണ്, എൻ്റെ പൊന്നുമോള് വിഷമിക്കാതെ, അച്ഛൻ എളുപ്പം വരാം എന്നിങ്ങനെ വിഷ്ണു പറയുന്നുണ്ട്. കാട്ടുമൂപ്പൻ നോക്കുമ്പം വടം അനങ്ങുന്നുണ്ട്. രംഭ, വടത്തിന് അനക്കമുണ്ട്, വലിക്കടാ മോളോട്ട്, വിഷ്ണുവേട്ടാ എന്നിങ്ങനെ ശാലിനി ഉറക്ക വിളിക്കുകയും ചെയ്യുന്നുണ്ട്. സത്യ വിഷ്ണുവിനെ കെട്ടിപ്പിടിച്ചിരിക്കുന്നെങ്കിലും സത്യയ്ക്ക് പേടിയാകുന്നു. അച്ഛാ, എനിക്ക് പേടിയാകുന്ന അച്ഛാ എന്നൊക്കെ നിലവിളിച്ച് പറയുന്നുണ്ട്. എൻ്റെ പൊന്നുമോള് വിഷമിക്കല്ലേ, അച്ഛനല്ലേ കൂടെ, മോള് കെട്ടിപ്പിടിച്ചോ എന്ന് വിഷ്ണു വീണ്ടും പറയുവാണ്. അങ്ങനെ വിഷ്ണു സത്യം കൊണ്ട് മുകളിലോട്ട് കയറി പോവാണ്. ഇടയ്ക്ക് വിളിച്ച് പറയുന്നുണ്ട്, പപ്പിമോളെ മോള് വിഷമിക്കല്ലേ, വിഷ്ണു അച്ഛൻ ഉടനെ എത്താം എന്നിങ്ങനെ വിളിച്ച് പറഞ്ഞുകൊണ്ടാണ് വിഷ്ണു മുകളിലോട്ട് കയറി പോകുന്നത്. ഒരു പുലി അവിടെ പതുങ്ങി ഇരിപ്പുണ്ട്. പക്ഷേ ഇവരാരും ഈ പുലിയെ കണ്ടിട്ടില്ല. പപ്പിമോൾ ഒറ്റയ്ക്കാണ് താഴെയുള്ളത്. പപ്പിമോൾ വെള്ളമൊക്കെ കുടിച്ചിട്ട് ഇങ്ങനെ നിൽക്കുവാണ്. പക്ഷേ പുലി പപ്പിമോളുടെ അടുത്തോട്ട് വരുമോ എന്നുള്ളത് അറിയില്ല. സത്യമോളെയും കൊണ്ട് വിഷ്ണു വളരെ സാഹസപ്പെട്ട് കാലൊക്കെ ഇങ്ങനെ വഴുക്കി വീഴുന്ന പോലൊക്കെ വരുന്നുണ്ട്. എന്നാലും വിഷ്ണു അതൊന്നും വകവെക്കാതെ വളരെ സാഹസപ്പെട്ട് മുകളിലോട്ട് കയറി വരുവാണ്. അവരെല്ലാം ഇങ്ങനെ വടം മുകളിലോട്ട് വലിച്ചു കൊടുക്കുകയും ചെയ്യുന്നുണ്ട്. ശാലിനി അത് കണ്ടുകൊണ്ട് വിഷ്ണുവേട്ടാ പതുക്കെ എന്ന് വിളിച്ച് പറയുവാണ്.
അങ്ങനെ വിഷ്ണു സത്യം കൊണ്ട് ഏകദേശം അവരുടെ അടുത്തോട്ട് എത്താറായി കഴിഞ്ഞിരിക്കുവാണ്. അവരെല്ലാം ആകാംക്ഷയോടെ ഇങ്ങനെ നോക്കി നിൽക്കുവാണ് വിഷ്ണു സത്യം കൊണ്ട് ഇങ്ങനെ കയറി വരുന്നത് കണ്ടുകൊണ്ട്. അങ്ങനെ വളരെ കഷ്ടപ്പെട്ട് നമ്മുടെ വിഷ്ണു സത്യമോളയും കൊണ്ട് മുകളിൽ എത്തിയിരിക്കുവാണ്. മോളെ, പൊന്നുമോളെ എന്നൊക്കെ പറഞ്ഞ് അലറിക്കരഞ്ഞുകൊണ്ട് സത്യം ഓടിച്ചെന്ന് ശാലിനി കെട്ടിപ്പിടിക്കുവാണ്. ജീവനോടെ തിരിച്ച് കിട്ടില്ലെന്ന് കരുതിയ പൊന്നുമോളെ കയ്യിൽ കിട്ടിയപ്പോൾ ശാലിനിക്ക് എന്ത് ചെയ്യണമെന്നറിയില്ല. തുരുതുരാന്ന് കുഞ്ഞിനെ മാറി മാറി അങ്ങ് ഉമ്മ കൊടുക്കുവാണ് ശാലിനി. അയ്യോ വിഷ്ണുവേട്ട, എൻ്റെ പപ്പിമോൾ എവിടെ? പപ്പിക്കൊരാപത്തുമില്ല, അവൾ താഴെയുണ്ട്, ഞാൻ പോയി അവളെ കൊണ്ടുവരാം എന്നും പറഞ്ഞ് വിഷ്ണു ആകെ അണച്ച് ടയേർഡായിരിക്കുവാണ്. എന്നാലും വിഷ്ണു ആ കയറെ പിടിച്ച് താഴോട്ടിങ്ങനെ പതുക്കെ ഇറങ്ങി പോവുകയാണ്. വിഷ്ണു അച്ഛാ, വേഗം വരണേ, എനിക്ക് പേടിയാകുന്നേ എന്നൊക്കെ പപ്പിമോളെ വിളിച്ച് പറയുന്നുണ്ട്. മോളെ, വിഷ്ണു അച്ഛൻ ഇപ്പോൾ അവിടെ എത്തും, എൻ്റെ മോള് പേടിക്കല്ലേ എന്ന് വിഷ്ണുവും പറയുന്നുണ്ട്. അങ്ങനെ ഒരുപാട് ബുദ്ധിമുട്ടി വിഷ്ണു പപ്പിമോളുടെ അടുത്ത് എത്തി. എൻ്റെ മോള് പേടിച്ചു പോയോ വിഷ്ണു അച്ഛാ എന്നും പറഞ്ഞ് കുഞ്ഞും കരയുവാണ്. വിഷ്ണു ആകെ ക്ഷീണിച്ച് അവന് തല ചുറ്റുന്നോ എന്തൊക്കെയോ ക്ഷീണം തോന്നുന്നുണ്ട്. അത് കണ്ടിട്ട് പപ്പിമോളി പെട്ടെന്ന് കുപ്പിയും വെള്ളം എടുത്ത് നീട്ടിയിട്ട് പറയുന്നു, വിഷ്ണു അച്ഛാ ഇതാ വെള്ളം കുടിക്ക്. അത് കാണുമ്പം വിഷ്ണുവിന് ഭയങ്കര സങ്കടം വരുവാണ്. തൻ്റെ മോൾ എൻ്റെ വിഷമം മനസ്സിലാക്കി വെള്ളം തരുന്നല്ലോ എന്നോർത്ത് പപ്പിമോളെ കെട്ടിപ്പിടിച്ച് ഉമ്മ കൊടുത്ത് കരയുവാണ് വിഷ്ണു. അങ്ങനെ അച്ഛനും മോളും വെള്ളമൊക്കെ കുടിക്കുന്നുണ്ട് അവിടെ. വിഷ്ണുവിന് ശ്വാസം മുട്ടൽ കൊണ്ട് സംസാരിക്കാൻ പോലും പറ്റുന്നില്ല. എന്നാലും വിഷ്ണു വളരെ കഷ്ടപ്പെട്ട് പപ്പിമോളോട് പറയുന്നു, മോളെ, അച്ഛൻ പറയുന്ന പോലെ കേൾക്കണം. സത്യ വിഷ്ണു അച്ഛനെ കെട്ടിപ്പിടിച്ചിരുന്ന കണ്ടോ, അതുപോലെ എൻ്റെ മോൾ എന്നെ ഇങ്ങനെ കെട്ടിപ്പിടിക്കണം, എന്നാലേ വിഷ്ണു അച്ഛന് കയറി പിടിച്ച് മോളോട്ട് കയറാൻ പറ്റത്തുള്ളൂ. എൻ്റെ പൊന്നുമോള് പിടുത്തം വിടല്ലേ, എന്നാലേ നമുക്ക് എത്രയും പെട്ടെന്ന് മുകളിലെത്താൻ പറ്റത്തുള്ളൂ എന്നൊക്കെ വിഷ്ണു പപ്പിമോളെ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുന്നുണ്ട്. മോടെ വിഷ്ണു അച്ഛനാ കൂടുള്ളത്, മോള് പേടിക്കല്ലേ എന്നൊക്കെ പറയുന്നെങ്കിലും പപ്പിക്ക് നല്ല പേടി തോന്നുന്നുണ്ട്. വിഷ്ണു അച്ഛൻ, എനിക്ക് പേടി തോന്നുന്നുണ്ട്, മോള് പേടിക്കല്ലേടാ. വിഷ്ണു അച്ഛനല്ലേ എൻ്റെ മോടെ കൂടെ ഉള്ളത്. വിഷ്ണു കയറിങ്ങനെ അനക്കി കൊടുക്കുന്നുണ്ട്. മുകളിലുള്ളവർക്ക് മനസ്സിലായി വിഷ്ണു മുകളിലോട്ട് കയറി വരാൻ പോവാണെന്ന്. അവരും കയറ് മുകളിലോട്ട് വലിക്കുന്നുണ്ട്. പക്ഷേ വിഷ്ണു ഭയങ്കര ക്ഷീണിതനാണ്. വിഷ്ണു എങ്ങനെ മുകളിൽ എത്തുമെന്നുള്ളതൊന്നും അറിയില്ല. പോരാത്തതിനൊരു പുലി അവിടെ മറിഞ്ഞു നിൽക്കുന്നതുകൊണ്ട് അവരാരും അതിനെ കണ്ടതുമില്ല. വിഷ്ണുവേട്ടാ, വിഷ്ണുവേട്ടാ എന്ന് ശാലിനി ഉറക്ക വിളിക്കുന്നുണ്ട്. പക്ഷെ വിഷ്ണു ഒന്നും മിണ്ടുന്നതുമില്ല. മുകളിൽ നിൽക്കുന്നവർക്കും ടെൻഷനുണ്ട്, എന്തായി വിഷ്ണുവിനെ കാണുന്നില്ലല്ലോ. അപ്പോൾ വിഷ്ണു ഇങ്ങനെ പതുക്കെ മുകളിലോട്ട് കയറി വരുന്നത് അവർ കാണുന്നുണ്ട്. പപ്പിമോൾക്ക് ഭയങ്കര പേടിയാണ്. വിഷ്ണു അച്ഛൻ, എനിക്ക് പേടി വരുന്നു, നമ്മൾ വീഴുവോ? മോള് പേടിക്കണ്ട, വിഷ്ണു അച്ഛനല്ലേ കൂടെ ഉള്ളത്. വിഷ്ണു അച്ഛൻ, നമ്മൾ എത്താറായോ? നമ്മളിപ്പോൾ എത്തും. എൻ്റെ പപ്പിമോളെ എന്നെ മുറുക്ക പിടിച്ചോണേ, നമ്മളിപ്പോൾ എത്തും. അങ്ങനെ ഒരു വിധത്തിൽ വലിഞ്ഞെഴഞ്ഞ് നമ്മുടെ വിഷ്ണു പപ്പിയും കൊണ്ട് അവരുടെ അടുത്ത് എത്തിക്കഴിഞ്ഞ് പപ്പിമോളെ ശാലിനിയുടെ കയ്യിലോട്ട് കൊടുത്തിട്ട് വിഷ്ണു അങ്ങ് കുഴഞ്ഞ് വീഴുവാണ്. ശാലിനി രണ്ട് മക്കളെയും ചേർത്ത് പിടിച്ചങ്ങ് കരയുവാണ്. ശാലിനിക്ക് ഇത്രയും സന്തോഷം അവളുടെ ജീവിതത്തിൽ ഉണ്ടായി കാണത്തില്ല. ജീവനോടെ കിട്ടത്തില്ലെന്ന് വിചാരിച്ച പൊന്നുമക്കളെയാണ് അവളുടെ ഭർത്താവ് ജീവനോടെ അവിടെ കൈ കൊണ്ട് എത്തിച്ചത്. എൻ്റെ പൊന്നുമക്കളെ, അമ്മ ഇവിടെ ചത്ത് ജീവിക്കുമായിരുന്നു. ഞാൻ പറഞ്ഞില്ലേ ശാലിനി, ഞാൻ എൻ്റെ മക്കളെയും കൊണ്ട് വരുമെന്ന്. തടസ്സങ്ങൾ ഒരുപാടുണ്ടായി, പക്ഷേ അപ്പോഴും എൻ്റെ മനസ്സ് പതറിയില്ല. അത് കണ്ടോണ്ടാ കാട്ടുമുപ്പം പറയുന്നത്, നിങ്ങൾ കണ്ടില്ലേ ഈ സന്തോഷകരമായ ഈ കാഴ്ച? ഇത് കാണുമ്പോഴാണ് നമ്മൾ എടുത്തത് എത്രയോ വലിയ ജോലിയായിരുന്നെന്ന് മനസ്സിലാകുന്നത്. നമ്മൾ സഹായിച്ച് നൽകിയത് ഒരു കുടുംബത്തിൻ്റെ സന്തോഷമാണ്, അവരുടെ പുനർജന്മമാണ് എന്നൊക്കെ ഇങ്ങനെ കാട്ടുമുപ്പൻ പറയുന്നുണ്ട്. വിഷ്ണുവേട്ട, മക്കളുടെ കൈയും കാലും ഒക്കെ പോറലുണ്ട്, നമുക്ക് പെട്ടെന്ന് വരെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി നല്ലോണം ഒന്ന് ചെക്കപ്പ് ചെയ്യണം. ഈ മക്കൾ ചെന്ന് വീണത് പുല്ലിലാണ്, അതുകൊണ്ടാണ് കാര്യമായ ക്ഷതങ്ങളൊന്നും പറ്റാഞ്ഞത്. പിന്നെ അവരങ്ങനെ ഊർന്നിറങ്ങിയപ്പോഴുണ്ടായ പോറലുകളാണിതൊക്കെ. ഇതൊക്കെ 2 ദിവസം കഴിയുമ്പോൾ അങ്ങ് ഉണങ്ങിക്കോളും. വിഷ്ണു ആ കാട്ടുമൂപ്പൻ്റെ കാലിൽ തൊട്ട് തൊഴുന്നുണ്ട്. നിങ്ങളെല്ലാവരും കൂടെ ഞങ്ങളുടെ ജീവിതമാണ് തിരിച്ചു തന്നത്. ഇതിന് പകരം ഞങ്ങൾ എന്താ ചെയ്യേണ്ടത്? എന്ത് ചെയ്യാനും ഞങ്ങൾ തയ്യാറാണ്. ഞങ്ങൾ എന്ത് ചെയ്താലും ഇതിന് മതിയാകില്ല. ശാലിനി പറയുക, ഞങ്ങളുടെ സ്വത്തും സമ്പാദ്യവും എല്ലാം ഞങ്ങളുടെ ഈ മക്കളാണ്. അങ്ങയുടെ ഉറച്ച തീരുമാനങ്ങളാണ് ഞങ്ങളുടെ കുട്ടികളുടെ രക്ഷയായത്. ഞങ്ങളുടെ ഈ സന്തോഷം തിരിച്ചു തന്നതിന് ഈ ജന്മം മുഴുവൻ ഞങ്ങൾ നിങ്ങൾക്ക് കടപ്പെട്ടിരിക്കും. ഞങ്ങളെ ഇങ്ങനെ സഹായിച്ചതിന് ഞങ്ങൾ നിങ്ങൾക്ക് എന്താണ് ചെയ്തു തരേണ്ടത്? എന്താവശ്യപ്പെട്ടാലും ഞങ്ങൾ ചെയ്തു തരാൻ തയ്യാറാണ് എന്ന് ശാലിനി പറയുമ്പോൾ കാട്ടുമൂപ്പൻ പറയുക, ഒരച്ഛൻ്റെ സ്നേഹമാണ് ഇവിടെ ഞങ്ങൾ കണ്ടത്. അപകടമാണെന്ന് ശരിക്കും അറിഞ്ഞിട്ടും മക്കളുടെ രക്ഷയ്ക്കായിട്ട് എടുത്ത് ചാടാനൊരുങ്ങിയ ഈ അച്ഛനുണ്ടല്ലോ, മക്കളെ അത്രത്തോളം സ്നേഹിക്കുന്നുണ്ടെന്ന് നമുക്ക് മനസ്സിലാക്കാം. പിന്നെ ഇവിടെ ഒരു ശക്തിയുണ്ട്, ആ ശക്തിയുടെ സേവകരാണ് ഞങ്ങൾ. ആ ശക്തിയെയും ആ ശക്തിയുടെ ആജ്ഞകളെ ശിരസാ വഹിക്കുന്നവരും.
നിങ്ങൾ ആ ശക്തിയുടെ മുന്നിൽ ചെന്ന് വിളക്ക് കത്തിച്ച് പ്രാർത്ഥിച്ചില്ലേ? ആ ശക്തിയാണ് നിങ്ങളെ രക്ഷിച്ചത്. ഇനി ഞങ്ങൾ നിങ്ങളെ രക്ഷിച്ചതിനുള്ള പ്രതിഫലം തരേണ്ടത് ആ സർവേശ്വരനാണ്, ഈ കാടിൻ്റെ നാഥൻ. അത് ഞങ്ങൾക്ക് സമയാസമയത്ത് അവിടുന്ന് തന്നോളും. ഫോറസ്റ്റ് ഗാർഡ് പറയുന്നുണ്ട്, മേഡം കുട്ടികളെ ഹോസ്പിറ്റലിൽ എത്തിക്കാൻ വേണ്ടി ഞങ്ങളുടെ വാഹനം എത്തിയിട്ടുണ്ട്, അതിൽ പോകാം. ശാലിനി അപ്പോൾ അവരോട് പറയുന്നുണ്ട്, ഞങ്ങളെ ഞങ്ങളുടെ വാഹനത്തിൻ്റെ അടുത്തൊന്ന് എത്തിച്ചാൽ മതി, ഞങ്ങൾ പോകുന്ന വഴിക്ക് കുട്ടികളെ ഹോസ്പിറ്റലിൽ കാണിച്ചോളാം. കാട് കാണാൻ എത്തുന്നവർ ഇതുപോലുള്ള അപകടങ്ങളിൽ ചെന്ന് പെടുമ്പോൾ മാത്രമാണ് ഞങ്ങളെപ്പോലുള്ളവർ ഈ വിവരങ്ങൾ തന്നെ അറിയുന്നത് തന്നെ. പിന്നീട് രക്ഷാപ്രവർത്തനത്തിലല്ല ഏർപ്പെട്ട് വരുമ്പോഴേക്കും അപകടത്തിൽപ്പെട്ടവരുടെ നില തന്നെ ഗുരുതരാവസ്ഥയിലാവും. പിന്നീട് അതിൻ്റെ പഴിയും ഞങ്ങൾ കേൾക്കേണ്ടി വരും. കാട് കാണാൻ വരുന്നവർ ഞങ്ങളുടെ സന്ദേശത്തിനനുസരിച്ച് നടന്നാൽ ഇതുപോലുള്ള അപകടങ്ങളൊക്കെ ഒഴിവാക്കാൻ കഴിയും. പക്ഷേ അതാരും ചെയ്യാറുമില്ല. മേഡത്തിനും കുടുംബത്തിനും ഉണ്ടായ ബുദ്ധിമുട്ടിന് ഞങ്ങൾ ക്ഷമ ചോദിക്കുവാണ്. ഞങ്ങൾക്ക് ഞങ്ങളുടെ മക്കളെ തിരിച്ചു കിട്ടിയില്ലേ, അതുതന്നെ വലിയ ഭാഗ്യം. വിഷ്ണുവും ശാലിനിയും ചേർന്ന് പറയുന്നുണ്ട് ആ കാട്ടുമൂപ്പനോട്, ഞങ്ങൾ ഇനിയും വരും ഈ കാടിൻ്റെ മുന്നിലെ ശക്തിക്ക് തിരികൊളുത്താനായിട്ട്. അപ്പോഴതുവരെ അവിടെയൊക്കെ ചുറ്റിത്തിരിഞ്ഞ് നടന്ന ഒരു കടുവയുണ്ടല്ലോ, ആരുടെയും കണ്ണിൽ പെടാതിരുന്നേ, ആ കടുവ അവിടെ നിന്ന് അങ്ങ് പോവുകയും ചെയ്യുന്നുണ്ട്. അപ്പോൾ ഫ്രണ്ട്സ്, ആ കാട്ടിലെ ശക്തി ആ കടുവയുടെ രൂപത്തിൽ വന്ന് ആ കുഞ്ഞുങ്ങൾക്ക് കാവലായിട്ട് നിന്നതാണോ എന്നൊന്നും അറിയില്ല. ചന്ദ്രബോസ് അനൂപിനെ തിരക്കി നങ്ങ്യാർകുളങ്ങര ചെല്ലുമ്പോഴേക്കും അനൂപ് അവൻ്റെ പാട്ടിന് പോയി കാണും. പിന്നെ വിഷ്ണു വരുമ്പോൾ ചന്ദ്രബോസ് വിഷ്ണുവിനൊരുക്കി വച്ചിരിക്കുന്ന കുരുക്കുകളിൽ നിന്നെല്ലാം വിഷ്ണു എങ്ങനെ രക്ഷപ്പെടും എന്നൊക്കെയുള്ള റിവ്യൂമായി നമുക്ക് നാളെ കാണാം. എൻ്റെ ഈ റിവ്യൂ ഇഷ്ടപ്പെട്ടാൽ ലൈക്കും കമൻസും, സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യണേ.